എന്റെ സദസ്സിലുള്ള മുതഅല്ലിമീങ്ങൾ അവരെന്ത് വേണം? അവര് ഒരു പണ്ഡിതനെ കണ്ടാൽ ആ പണ്ഡിതനോട് ചോദിച്ചു പഠിച്ചുകൊണ്ടേ ഇരിക്കണം. പഠിക്കൽ തീരലില്ല, പഠിക്കൽ അവസാനിക്കലില്ല. മറിച്ച് എന്നും മനുഷ്യൻ പഠിക്കണം. അതുകൊണ്ടാണല്ലോ വഖുർ റബ്ബി സിദ്നി ഇൽമാ, ഏറ്റവും വലിയ അറിവുള്ള അല്ലാഹു തആല ഏറ്റവും വലിയ അറിവ് നൽകിയ ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ ومن علومك علم اللوح والقلم. ലോകത്ത് നടന്നതും നടക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും റെക്കോർഡാക്കപ്പെട്ടതാണല്ലോ ലൗഹുൽ മഹ്ഫൂദ്. ആ ലൗഹുൽ മഹ്ഫൂദിലുള്ള അറിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവിന്റെ ഒരു ഭാഗം മാത്രമാണ്. എത്രയോ അറിവുകൾ അതിന്റെ പുറമെയും നബി തങ്ങൾക്കുണ്ട്. അത്രയും അറിവ് അല്ലാഹു തആല നൽകിയിട്ടുള്ള വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അദീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് അറിയാത്തത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അല്ലാഹു തങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബിയേ. അങ്ങേക്ക് അല്ലാഹു തആല തന്ന ബഹുമാനവും ഔദാര്യവും അത് വളരെ മഹത്തരമാണ് നബിയേ. അങ്ങനെയൊക്കെ അറിവ് കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും നിർദ്ദേശം എന്താണ്? വഅല്ലമക മാ ലം തകുൻ തഅലം എന്ന് പറഞ്ഞ് അല്ലാഹു വലിയ ബഹുമാനം പറഞ്ഞ നബി തങ്ങളോട് റബ്ബഖുർ റബ്ബി സിദ്നി ഇൽമാ, ഇൽമു എനിക്ക് വർദ്ധിപ്പിച്ചു തരണമെന്ന് അവിടുന്ന് പ്രാർത്ഥിക്കണേ നബിയേ. ഒരിക്കലും ഇൽമു പഠിച്ചു തികഞ്ഞു എന്നൊരു ധാരണ പാടില്ല. പഠിച്ച് പാസ്സായി, ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന ഒരു ധാരണ പാടില്ല. മറിച്ച് മരണം വരെ പഠനം തന്നെയായിരിക്കണം. പഠിക്കലിൽ നിന്ന് ഒഴിവാകാൻ ഒരു മിനിറ്റും ഒരു മുതഅല്ലിമിനും ഒഴിവില്ല. എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. പഠിച്ചിട്ട് നമുക്ക് തീർക്കാൻ കഴിയില്ല, അവസാനിപ്പിക്കാൻ കഴിയില്ല. കിട്ടുന്ന സമയങ്ങളൊക്കെയും കിതാബ് മുതാല ചെയ്യണം. വായിക്കാതെ പഠിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടല്ലേ ഖുർആൻ ആദ്യമായി ഇറക്കിയത് തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിക്കണം, ഓതണം, പഠിക്കണം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖാലിഖായ പടച്ചവന്റെ പേരുച്ചരിച്ചുകൊണ്ട് ബറക്കത്തെടുത്ത് പഠിക്കണം.